ഇത്തവണ 24 വേദികളാണുള്ളത്. വേദികളിൽ നിന്നും വേദികളിലേക്ക് മത്സരാർത്ഥികൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുടെ മിനുക്കുപണി എവിടെ വരെയായെന്ന് നോക്കാം. വാഹനങ്ങളാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ 30 വാഹനങ്ങളും നമ്മൾ അലങ്കരിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ഈ വാഹനങ്ങളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയാവുന്ന തരത്തിലാണ് നമ്മൾ അലങ്കരിച്ചിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവം, കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കലകളെയും മറ്റും അവരുടെ നൃത്തങ്ങളെയൊക്കെ ഉൾച്ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കലോത്സവ വണ്ടി നമ്മൾ അലങ്കരിച്ചിട്ടുള്ളത്. ഈ 60 കലോത്സവങ്ങൾ നടന്നിട്ടും ഈ 60 കലോത്സവങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് 61ാമത്തെ കലോത്സവത്തിൽ നമ്മൾ അലങ്കരിച്ച വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൺസെപ്റ്റ് വിവിധ ഗതാഗത കമ്മിറ്റികളാണ് ഈ കൺസെപ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ ഈ നിർദ്ദേശം വെച്ചപ്പം മന്ത്രി വളരെ സർവാത്മന ഈ ആശയത്തെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട്ട് നടക്കുന്ന ഒരു കലോത്സവത്തിൽ ഭയങ്കര ജനക്കൂട്ടം വരികയും ഈ ജനങ്ങൾക്കും ഒരു പുതിയ അനുഭവം, കോഴിക്കോട്ടുകാർക്ക് പുതിയൊരു അനുഭവം സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള കലോത്സവത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് സമയത്തും എത്ര കുട്ടികളെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ കലോത്സവ വണ്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത് യാത്രയ്ക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടികളെ ഏറ്റെടുത്ത കുട്ടികളെ അവരുടെ അക്കോമഡേഷൻ സെൻറ്ററിൽ എത്തിക്കുകയും ആ അക്കോമഡേഷൻ സെൻറ്ററിൽ എത്തി ഇപ്പോൾ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം അവരെ തിരിച്ച് ഭക്ഷണ പന്തലിലേക്കും വേദിയിലേക്കും കൊണ്ടെത്തിക്കുന്നുള്ള ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടിയാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റിക്കുള്ളത്. 24 വേദികളിലേക്കും ഓരോ വണ്ടി വീതം ഉണ്ടാവും. ഇനി മത്സരാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, കലോത്സവ വണ്ടിയും ഇവിടെ റെഡിയാണ്. ക്യാമറാമാൻ മിജേഷ് അമ്പാടിക്കൊപ്പം അഞ്ജലക്ഷ്മി അശോക്, റിപ്പോർട്ടർ, കോഴിക്കോട്.